ഹായ് കൂട്ടുകാരെ, ഇനൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ ഇന്ന് പൊങ്കൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ദിവസത്തെ ആഘോഷമാണ് പൊങ്കൽ കേട്ടോ. അത് പിന്നെ സൂര്യഭഗവാൻ പൊങ്കൽ, അതേപോലെ മാട്ടുപൊങ്കൽ, പിന്നെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊങ്കലുണ്ട്. അങ്ങനെയാണ് ഈ തമിഴ്നാട്ടിലെ പൊങ്കൽ ആഘോഷിക്കുന്നത്. വളരെ വലിയ ആഘോഷം തന്നെയാണ് കേട്ടോ. അത് മാട്ടുപൊങ്കലിൻ്റെ അന്നാണ് ജല്ലിക്കെട്ട് ആഘോഷങ്ങളൊക്കെ വരുന്നത്. അപ്പം ഞങ്ങൾ അയൽക്കൂട്ടത്തിൽ വെച്ചിട്ട് പൊങ്കൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അയൽക്കൂട്ടത്തിൽ മത്സരം കാര്യങ്ങളും ഈ പൊങ്കൽ കോലപ്പൊടി വെച്ചിട്ട് മത്സരം. അപ്പോൾ ഇത് മത്സരമായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇതാണ് കോലപ്പൊടി കേട്ടോ. ഇത് നമുക്ക് പല കളറിലും കിട്ടും. ഇത് പാക്കറ്റായിട്ടാണ് നമുക്ക് മേടിക്കാൻ കിട്ടുക. അപ്പോൾ എന്താ എല്ലാവരും ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് ഇതാ ഡിസൈനൊക്കെ വരച്ച് കഴിഞ്ഞ് കോലപ്പൊടി ഇടുന്നുണ്ട്. ഇത് എരുമാട് പനഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്തിലെ UP സ്കൂളാണ് കേട്ടോ. വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഓരോ അയൽക്കൂട്ടക്കാരിലെ മെമ്പർമാരും ഇതിൽ പങ്കെടുക്കണം കേട്ടോ. ഓരോ മെമ്പർമാരെന്നല്ല, എത്ര മെമ്പർമാരുണ്ടെങ്കിലും അത്ര മെമ്പർമാർക്കും ഇതിൽ പങ്കെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അയൽക്കൂട്ടക്കാർ വൈകിയാണ് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അയൽക്കൂട്ടത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ അയൽക്കൂട്ടക്കാരും കൂടിയിട്ടുണ്ടായിരുന്നു. ഇനിയും കുറേ അയൽക്കൂട്ട ഇതിൽ പങ്കെടുക്കാനുണ്ട്. ഇപ്പോൾ ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ കഞ്ഞിപ്പോര എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് പൊങ്കൽ റെഡിയാക്കുന്നത്. അപ്പോൾ ഈ പൊങ്കൽ റെഡിയാക്കാൻ അറിയുന്നവർ മാത്രമാണ് ഇതിലേക്ക് നിൽക്കുന്നത് കേട്ടോ. അപ്പം അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഒരു മൺകുടുക്ക എടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞളും ഈ വെറ്റിലയിൽ ചേർക്കുന്ന ചുണ്ണാമ്പും മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പം വെറും മഞ്ഞൾ വെച്ചിട്ടാണ് തേച്ച് പിടിപ്പിക്കുന്നത്. ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടി ചുണ്ണാമ്പ് അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അവരോട് എൻ്റെ ഡൗട്ട് ചോദിച്ചപ്പോഴാണ് അവരെനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. പിന്നെ ഇത് എന്താണ്, സൂര്യഭഗവാനെ മുന്നിൽ വെച്ച് ചെയ്യുന്ന പൊങ്കലാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിലേക്ക് അവർ ചുണ്ണാമ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കുകയാണ്. ടീച്ചറെ ഈ മൂടി വന്നിട്ട് വെള്ളം ഒഴിക്കട്ടെ. ഏത് മൂടി? ഇതിന്റെ മൂടി കയ്യിൽ പിടിച്ചോളി. ഐഡിയ ശരിയാച്ചില്ല. അതിനെ പൂക്കളൊക്കെ വെച്ച് മാവിൻ്റെ ഇലയൊക്കെ വെച്ചിട്ടാണ് അത് ഡെക്കറേഷൻ ചെയ്യുന്നത്. പിന്നെ ഇതാ പൊങ്കൽ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പച്ചരിയും അതേപോലെ ശർക്കരയും ചേർത്ത് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുന്ന സമയത്ത് പാലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്താണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ ഞാൻ പറഞ്ഞതുപോലെ ഈ കുടുക്ക റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഈ ലീഫ് കാണുന്നത് മാവിൻ്റെയാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്താണ് ജമന്തിപ്പൂ അങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇതാ ഇത് വെന്ത് വന്നതിന് ശേഷം അവർ വാങ്ങി വെച്ച് ഇതിലേക്ക് നട്ട്സും മുന്തിരിയും അതേപോലെ നെയ്യും ചേർത്ത് ഒഴിക്കുന്നുണ്ട്. അത് നമ്മൾ വറവിട്ടെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത്. അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അരി ഇട്ടതിന് ശേഷം അങ്ങനെ തിളച്ച് മറിയുമ്പോൾ ആണ് അവർ പൊങ്കൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ അവിടെ കുട്ടികളൊക്കെ സ്കൂൾ മുറ്റത്ത് കുട്ടികളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് അവരത് കുക്ക് ചെയ്തതിന് ശേഷം ഈ കുടുക്കയിലേക്ക് മാറ്റുന്നത്. അതല്ലെങ്കിൽ അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇനി ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് കാണാൻ പറ്റിയത് ഇവർ ആദ്യം കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഈ കുടുക്കയിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് അവരിതിലേക്ക് മാറ്റുന്നു. അപ്പം അങ്ങനെ കുടുക്കയിലേക്ക് ഫുള്ളും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അവർ താഴോട്ട് എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ വാർഡ് മെമ്പർമാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടാണ് ചെറിയ ക്യാഷ് മെമ്മോ ഒക്കെ നൽകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ കൊണ്ടുവച്ചിട്ടാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ തമിഴ്നാട്ടിലാണ് വളർന്നതെങ്കിലും ഈ പൊങ്കലിനെ കുറിച്ചൊന്നും നമുക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പാഠങ്ങളൊക്കെ ഉണ്ടാകും പഠിക്കാൻ, അത് പഠിക്കുക, അതേപോലെ ലീവ് കിട്ടുന്നത് നോക്കുക, അങ്ങനത്തെ ആയിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഇതിൻ്റെ ഈ ആചാരങ്ങളൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കാണുന്നത്. എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. അപ്പോൾ ഒരു അത്ഭുതമല്ല, ഒരു രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഇത് അവർ താഴോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മാട്ടുപൊങ്കലാണ് ഇന്ന് നടക്കുന്നത്. അതായത് മാട്ടുപൊങ്കലിന് പശുവിനെ അതേപോലെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളൊക്കെ കുളിപ്പിച്ച് പൊട്ട് തൊടിയിച്ച് അമ്പലത്തിൽ കൊണ്ട് പോയി പൂജ ചെയ്ത് അങ്ങനെയൊക്കെയാണെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഈ കുടുക്ക അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അടുപ്പൊക്കെ കൂട്ടുന്ന പോലെ തന്നെ കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. തീയൊന്നും കത്തിക്കുന്നില്ല. അപ്പോൾ അത് വേറെ എന്തൊക്കെ റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ സൂര്യഭഗവാൻ പൂജ എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആ ഒരു സൂര്യനെ നോക്കി അടുപ്പ് കത്തിച്ച് ഈ പൊങ്കലോ എന്ന് വിളിക്കുന്നതാണ് ആദ്യത്തെ പൊങ്കൽ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കർഷകർക്കുള്ള പൊങ്കൽ, അത് നെല്ല് ഉണ്ടെങ്കിൽ നെല്ല് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടും, പിന്നെ അതേപോലെ എന്തെങ്കിലും കൃഷി ചെയ്തത് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പൂജ ചെയ്യുന്നതാണ്. കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പൂജ പൊങ്കൽ കേട്ടോ. അപ്പോൾ അതെന്തായാലും ഇവിടെ എല്ലാം ആക്കി വെച്ച് പഴവും വെല്ലവും ചന്ദനത്തിരിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഈ അടുപ്പ് വെച്ച സ്ഥലത്ത് തന്നെ ഇവര് കോലപ്പൊടി കൊണ്ട് തന്നെ കരിമ്പ് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതവിടെ മത്സരത്തിനുള്ള കോലൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവരിവിടെ തുടങ്ങിയിട്ട് പകുതി ആവാനായി. ഇവരെന്ന് ലാസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവര് ഈ കോല ഇടുന്നത് കല്ലുപ്പ് കൊണ്ടാണ് കേട്ടോ. കല്ലുപ്പിൽ നമ്മളെ ഈ കോലപ്പൊടി മിക്സ് ചെയ്ത് അതിനെ ഇതേപോലെ പല കളറിലാക്കിയിട്ടാണ് അവർ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മൾ കോലപ്പൊടി കാണുന്നുണ്ട്, അല്ലാതെ കല്ലുപ്പ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെ ഫസ്റ്റും സെക്കൻഡൊക്കെ ലാസ്റ്റാണ് അനൗൺസ്മെൻറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ക്യാഷ് മെമ്മോ ഒക്കെ കൊടുത്ത് പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അനൗൺസ്മെൻറ്റ് ചെയ്തത്. പിന്നെ അവർ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങേൻ്റെ മുകളിൽ 3 കർപ്പൂരം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് അവർ വാർഡ് മെമ്പറെ കൊണ്ടത് പൂജ ചെയ്യിച്ചതിന് ശേഷമാണ് മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുത്തത് കേട്ടോ. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇത് ഒരു ആദ്യമായിട്ടായിരുന്നു കണ്ടത്. അപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിട്ടോ. അപ്പോൾ ഇതുപോലെ പൂജ ചെയ്തിട്ട് പൂജിക്കാൻ ഞാൻ തോന്നുന്നു കേട്ടോ. എനിക്ക് അറിയുന്നില്ല അതെന്താ ചെയ്യുന്നതെന്ന്. പിന്നെ ഞാൻ ഡൗട്ടൊന്നും ചോദിച്ചില്ല. എല്ലാവരും നല്ല ഭക്തരായിട്ട് നിൽക്കുകയായിരുന്നു ചെയ്തത്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഡൗട്ട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചില്ല കേട്ടോ. എന്തായാലും കർപ്പൂരം കെട്ടതിന് ശേഷം വീണ്ടും കത്തിച്ച് ഒന്നുകൂടെ അതുപോലെ ചുറ്റിച്ചതിന് ശേഷമാണ് അവർ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞത്. അവർ വിളിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത്. ഇതെന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഇനിയാണ് അവർ തേങ്ങ കൊണ്ടുപോയി പൊട്ടിക്കുന്നത്. അപ്പോൾ അത് പൊട്ടിക്കുന്ന സമയത്ത് ചെരുവോ വളവോ അങ്ങനെ നല്ല റെഡിയിൽ തന്നെ പൊട്ടി വരണം എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് തന്നെ അവർക്ക് തേങ്ങ പൊട്ടിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പൊട്ടിച്ച 2 തേങ്ങ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം അവർ 3 ചന്ദനത്തിരി എടുത്ത് അത് കത്തിച്ച് ആ പഴത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിവർ ചന്ദനത്തിരി കത്തിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ആ പഴത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വാർഡ് മെമ്പർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആദ്യം നമ്മളെ കൊണ്ട് തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. கோமலான்றவங்க கையில் உள்ளவங்க இல்லைங்களா, உங்களுக்கு வந்துட்டு இன்றைக்கு வந்துட்டு எவ்வளோ ரூபா? 50,000. கவர் கிடைக்கிறதா அங்கே நீ பார்க்கவே இல்லை. வாங்க முன்னாடி வாங்க. இது வந்து நீ இங்கே இல்லை, வெயிலில் இருக்கிறது. மலைச்செல்வி தொழில் காட்ட செய்யப்படுகிறது. மலைச்செல்வி என்னத்துக்காக അങ്ങനെ ഒരാൾക്ക് 50,000 ക്യാഷ് മെമ്മോ ചെക്കായിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 30,000, പിന്നെ അതേപോലെ 40,000 അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. എമൗണ്ട് ശരിക്കും കേട്ടില്ല. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളെ അതായത് മത്സരത്തിൻ്റെ അനൗൺസ്മെൻ്റാണ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള പ്രൈസും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഡിസ്കസാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഇവർക്കാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. പിന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്തത് എല്ലാവർക്കും പ്രൈസ് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ആരാന്നുള്ളത് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ട് പ്രൈസ് ഫസ്റ്റ് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും ഒരു പ്രൈസ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ പ്രൈസാണ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ
സ്കൂളിന്റെ പുറകിൽ നല്ലൊരു വ്യൂ കേട്ടോ. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് വീഡിയോ. അങ്ങനെ ഇവിടെ കുട്ടികളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ ഫുള്ളായിട്ട് കഴിയാനൊന്നും നിന്നില്ല. ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമന്റ് അറിയിക്കാനും, എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.